ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോപകുമാർ ടി പി ആണ്. നമ്മുടെ ചാനലിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. 3D പ്രിൻറ്റിംഗ് ടെക്നോളജി, 3D പ്രിൻ്ററിനെ കുറിച്ച് പറയുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ്. വളരെ നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആശയമാണ്. പ്ലീസ് നിങ്ങൾ ഇതുവരെ കാണാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, ആർക്കും ചെയ്യാൻ പറ്റുന്ന, ഈവൻ ലേഡീസ് ജെൻസ് അങ്ങനെ ഈ യങ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ ഹൈ പൊട്ടൻഷ്യലുള്ള ഒരു ബിസിനസ് ആശയമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. 3D പ്രിൻ്റർ ടെക്നോളജിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, സോ ഒട്ടും താമസിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് കടക്കാം. സോ 3D പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത് അഡിറ്റീവ് മാനുഫാക്ചറിങ് ടെക്നോളജിയാണ്. അതായത് ഒരു ലെയറിൻ്റെ മുകളിൽ വേറൊരു ലെയർ വെച്ച് ചെയ്യുന്നൊരു മെത്തഡാണ്. അപ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു റാപ്പിഡ് പ്രോട്ടോടൈപ്പ് ആയിട്ടൊരു മോഡൽ വേണമെന്ന് പറഞ്ഞാൽ 3D പ്രിൻ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ എന്ത് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് ഓരോ ലെയർ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉണ്ടാക്കി തരും. കൂടെ മെറ്റീരിയൽ ലോസ്റ്റ് ഉണ്ടാകുന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഗുണം. മറിച്ച് നമുക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു മെറ്റീരിയൽ എടുത്തു, അതിലേക്ക് നമ്മൾ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, നമ്മളൊരു കല്ലെടുത്തിട്ട് കല്ല് കൊത്തി റിമൂവ് ചെയ്തിട്ട് അതിൽ നിന്ന് ഷേപ്പ് ഉണ്ടാക്കുന്നു. ഇതാണ് എൻഗ്രേവിംഗ് എന്ന് പറയാം. ഓക്കെ, ഈ ഒരു മെത്തഡാണ് നമ്മൾ അടുത്ത ടെക്നോളജി ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് CNC എൻഗ്രേവിംഗ് ടെക്നോളജി. അപ്പോൾ ഈ CNC എൻഗ്രേവിംഗ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഒരു മെറ്റീരിയൽ എടുത്തതിന് ശേഷം നമുക്ക് അവിടെ എവിടെയാണ് നമുക്ക് ഒരു ഡിസൈൻ അല്ലെങ്കിൽ നമുക്കൊരു ലേഔട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടത്, അപ്പോൾ നമ്മൾ ആ ഭാഗം മാത്രം നമ്മൾ ബാക്കി വെച്ച് ബാക്കിയുള്ള സാധനം റിമൂവ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് എന്താ പറയുക സബ്സ്ട്രാക്റ്റീവ് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഒരു പ്രൊഡക്റ്റാണ് CNC എൻഗ്രേവിംഗ് ടൂൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ബിസിനസ് ആശയം ലേസർ ഉപയോഗിച്ച് CNC എൻഗ്രേവിംഗ്. കേൾക്കുമ്പോൾ കുറച്ച് ടെക്നിക്കലായിരിക്കും, പക്ഷേ വളരെ സിമ്പിളാണ്. നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരുപാട് ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ജന്മദിനങ്ങൾക്കും അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ എന്തെങ്കിലും ആനിവേഴ്സറി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു മഗ്ഗിൻ്റെ ഒരു സംഭവം, മഗ് ഈസ് എ ഗുഡ് ഗിഫ്റ്റ് അല്ലേ, നമ്മുടെ ഫോട്ടോ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാവുന്ന മഗ് നമ്മളൊരു ഗിഫ്റ്റായിട്ട് പറഞ്ഞു. അതിൻ്റെ വേണ്ട മെഷീനും കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് CNC എൻഗ്രേവിംഗ് ടൂൾ ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഒരു ഡിസൈൻ കണ്ടോ, വളരെ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ മുകളിലേക്ക് ലേസർ എന്ത് ചെയ്യും, കോറി നമ്മുടെ ഒരു പിക്ചർ ഉണ്ടാക്കും. ഇത് നമുക്ക് വുഡിൽ ചെയ്യാം, നമുക്ക് എന്താ പറയണ്ടേ, നമുക്ക് ബാംബൂയിൽ ചെയ്യാം, നമുക്ക് സിറാമിക്കിൽ ചെയ്യാം, നമുക്ക് പ്ലാസ്റ്റിക്കിൽ ചെയ്യാം, അങ്ങനെ പേപ്പറിൽ ചെയ്യാം, കൊറുഗേറ്റഡ് ഷീറ്റ്സിൽ ചെയ്യാം, PVC ഷീറ്റ്സിൽ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഡിസൈൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓരോന്നിനും ഓരോ കോസ്റ്റ് ആയിരിക്കും. പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ വളരെ അട്രാക്റ്റീവായിട്ട് നമ്മുടെ പിക്ചർ അല്ലെങ്കിൽ നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ പിക്ചർ, അങ്ങനെയുള്ള ഒരു ഹോം ഡെക്കോർ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഈ ഒരു ആശയത്തിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ട മെഷീൻ എന്താണ്, ഈ മെഷീനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് അറിയാം. മെഷീൻ ഡയറക്റ്റായിട്ട് നമുക്ക് മെഷീൻ എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ യൂട്ടിലിറ്റി, അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഡോട്ടിനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മെഷീൻസ് കാണും. ഇതിൽ കുറേ എണ്ണം 3D പ്രിൻ്ററാണ്. ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നൊരു മെഷീൻ നല്ല കോസ്റ്റ്ലിയുള്ള സംഭവങ്ങളുണ്ട്. ഇത് 3D പ്രിൻ്ററും ലേസർ എൻഗ്രേവറും രണ്ടും കൂടെ വരുന്നതാണ്. ഇത് ഒന്ന് മാത്രമാണെന്നുണ്ടെങ്കിൽ ഹിയർ ഈസ് എ മെഷീൻ. 30,000 റുപ്പീസാണ് ഇതിന് ചാർജ്. ഇത് നിങ്ങൾക്കറിയാൻ കണ്ടോ, ഇവിടെ നമ്മളൊരു ഷീറ്റ് വെക്കുന്നു, ഒരു അലുമിനിയം ഫ്രെയിമാണ്. ഇതിനകത്തുള്ള രണ്ട് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ഇതിനകത്ത് മെയിനായിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രെയിം ഉണ്ടാവും. ആ ഫ്രെയിമിൻ്റെ മുകളിൽ ഒരു കൺട്രോളർ ഉണ്ടാവും, ഒരു ലേസർ ബീം ഉണ്ടാവും. ഇതാണ് ലേസർ ബീമിനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോളറാണ്. ഇത് കമ്പ്യൂട്ടറായിട്ട് ഘടിപ്പിക്കണം. ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇതാണ് കൺട്രോളർ, ലേസർ ബീം ഇവിടെ ഉണ്ട്, പിന്നെ ബാക്കിയൊക്കെ സ്റ്റെപ്പർ മോട്ടറും ഇതൊക്കെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു റേറ്റും കാര്യങ്ങളും നിങ്ങൾ കണ്ടു. ഇവിടെ ആക്ച്വലി 2-3 ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ EU പ്ലഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 24,549 റുപ്യക്ക് കിട്ടും. യൂറോപ്യൻ നോ EU പ്ലഗ് വിത്ത് EU പ്ലഗ് ആണെന്നുണ്ടെങ്കിലാണ് 29,000 വരുന്നത്. ഡെസ്ക്ടോപ്പ് DIY എൻഗ്രേവിംഗ് മെഷീൻ ഫോർ കാർവിംഗ് ആൻഡ് മോർ കോസ്റ്റ് എഫക്റ്റീവ് ദാൻ നോർമൽ എൻഗ്രേവിംഗ് മെഷീൻ. 3 കൈൻഡ്സ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് എൻഗ്രേവിംഗ് മോഡ് നോക്കണം. ഇമേജ് എൻഗ്രേവിംഗ് ഉണ്ട്, ടെക്സ്റ്റ് എൻഗ്രേവിംഗ് ഉണ്ട്, സ്കാനിങ് കാർവിംഗ് ഉണ്ട്, കൺട്രോളേഴ്സ് കാർവിംഗ് ഉണ്ട്, പിക്സൽ കാർവിംഗ് ഉണ്ട്, ഗ്രേ സ്കെയിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസുകളൊക്കെ ഉണ്ട്. ഇത് ഒരു മെഷീനാണ്. ഇതിൽ നമുക്ക് നമ്മൾ പ്ലാസ്റ്റിക്സോ പിക്ചറോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഫ്രെയിം ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ വുഡ് വെച്ച് കഴിഞ്ഞാൽ വുഡിൽ എൻഗ്രേവിംഗ് നടക്കും. ഇനി ഏതൊക്കെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. cannot carve objects can carve objects, all wood, bamboo, paper, plastic, leather, rubber, horn, sponge sheet, etc.
ഇത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എൻഗ്രേവിംഗ് മെറ്റീരിയൽസ്. അപ്പോൾ നമുക്ക് ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ബിസിനസ് സാധ്യതകളാണ് ഉള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. നേരത്തെ പറഞ്ഞതൊക്കെ ഗിഫ്റ്റ് ഐറ്റംസ് ഉള്ള ഒരു സെഗ്മെൻറ്റാണ്. അടുത്ത സെഗ്മെൻറ്റ് ഈ കുട്ടികളുടെ, നമുക്കറിയാം കുട്ടികൾക്ക് ABCD ആൽഫബറ്റ്സ് ഒക്കെ വെച്ചിട്ട് വേർഡ്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ CNC എൻഗ്രേവർ ഉപയോഗിച്ചിട്ട് ഡിഫറെൻറ്റ് ഷേപ്സിൽ ആൽഫബറ്റ്സ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്കൊരു പാക്കേജായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഇസ് അനദർ ബിസിനസ് ഐഡിയ. ഓക്കെ, സോ അടുത്ത ബിസിനസ് ഇതുമായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗോസ് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ലോഗോസ് ഡിജിറ്റലായിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഷോപ്പിലോ ഓഫീസുകളിലോ എല്ലാ ആൾക്കാരും ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന സ്വന്തം ബ്രാൻഡാണല്ലേ. സോ സെൽഫ് ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ കെയർ ചെയ്യും. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഓഫീസ് ലോഗോ നമുക്ക് നല്ല രീതിയിൽ എംബഡ് ചെയ്ത് അവർക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു നല്ല ബിസിനസ് ഐഡിയ ആയിട്ട് മാറ്റാൻ പറ്റും. ഒരുപാട് ആൾക്കാർ അവരുടെ ലോഗോ ഒരു ഫ്രണ്ട് അവരുടെ ഓഫീസിനകത്ത് നല്ല രീതിയിൽ വെക്കാറുണ്ട്. ഇപ്പോൾ യൂട്യൂബിൻ്റെ തന്നെ ലോഗോ എന്ന് കണ്ടിട്ടില്ലേ, പ്ലേ ബട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എൻഗ്രേവ് വെച്ചിട്ട് നമുക്ക് ഓരോ കമ്പനികൾക്കും അവരുടെ ലോഗോ നമുക്ക് നല്ല രീതിയിൽ ഫ്രെയിം ചെയ്ത് കൊടുക്കാൻ പറ്റും. വേറൊരു ബിസിനസ് ആശയം എന്ന് പറയുന്നത് ഇതിനകത്ത് ലെതറിൽ നമുക്ക് എൻഗ്രേവ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഒരു വാലറ്റ്സ് ഒരുപാട് സാമ്പിൾ നല്ല ക്വാളിറ്റി ലെതർ വാലറ്റ്സ് ബൾക്കായിട്ട് വാങ്ങി അതിനുശേഷം കസ്റ്റമായിട്ട് നിങ്ങൾ വാലറ്റ് കൊടുക്കുന്നു. അതായത് ഒരാളുടെ പേര്, അവരുടെ ലോഗോ, അവരുടെ ഡിസൈൻ, അവരുടെ കോഡ്സ്, അങ്ങനെ അവർക്ക് ഇൻസ്പയർ ആവുന്ന രീതിയിലെ കോഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഒരു CNC എൻഗ്രേവർ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു നല്ല ആശയമാണ്. ഡയറീസ്, ഇപ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഡയറി ആയിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ പേര് എൻഗ്രേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കമ്പനിയിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത്. ഞാൻ വളരെ പ്രൗഡായിരുന്നു. കാരണം നമ്മുടെ പേരിൽ ഓൺ ബുക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ലേ. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡയറി നിങ്ങൾക്ക് ബൾക്കായിട്ട് ഡയറി വാങ്ങിയതിന് ശേഷം നമ്മളെ കുറച്ച് ഓഫീസ് ടൈപ്പിലുള്ള ആൾക്കാർക്ക് CEOs CTOs അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടർ അങ്ങനെയുള്ള അവരായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈപ്പ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ നല്ലൊരു ഡയറി, നല്ല ഹൈ പ്രൊഫൈൽ, നല്ല ക്വാളിറ്റി ഡയറിയിൽ അവരുടെ നെയിം എൻഗ്രേവ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഓൺ ഡിമാൻഡാണ്, കസ്റ്റമാണ്. കസ്റ്റം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നമ്മളൊരു ഇമ്പൾസീവ് ബൈങ് ഇതുണ്ട്. അതായത് നിങ്ങൾക്കറിയാം, എനിക്ക് ഈ ഡയറിയുടെ പ്രൈസ് 450 രൂപയാണ്. നല്ല ക്വാളിറ്റി ഡയറിയാണ്. പക്ഷേ അതിൻ്റെ മുകളിൽ എൻ്റെ പേര് എൻഗ്രേവ് ചെയ്തപ്പം അതിൻ്റെ റേറ്റ് നേരെ തിരിഞ്ഞിട്ട് 1200 രൂപയായി മാറി. സെല്ല് ചെയ്ത പ്രൈസാണ്. ഓക്കെ, അപ്പോൾ ഇത് സെല്ല് ചെയ്ത കമ്പനിയുടെ നമ്മളിത് പ്രൊഫൈൽ നോക്കിയപ്പോൾ കണ്ടതാണ് 1200 രൂപയാണ് കസ്റ്റം എൻഗ്രേവിന് വരുന്നത്. അതേപോലെ നമ്മൾ ഈ ബൾക്കായിട്ട് വാങ്ങുന്ന വാലറ്റിന് നമ്മൾ പ്യൂർ ക്വാളിറ്റി ലെതർ നമ്മൾ ഹോൾസെയിലായിട്ട് വാങ്ങിയാൽ തന്നെ നമുക്കൊരു 450-500 രൂപയ്ക്ക് ചിലപ്പം ഹൈ ക്വാളിറ്റി ലെതർ വാലറ്റ്സ് കിട്ടും. പക്ഷേ ഇത് നമ്മുടെ ഒരു ലോഗോ, അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡ്, നമ്മുടെ പേരൊക്കെ ഒന്ന് എൻഗ്രേവ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇറ്റ് വിൽ ബിക്കം 1000 rupees. 500 rupees മാർജിൻ നിങ്ങൾക്ക് ഈസിയായിട്ട് എക്സ്പെക്ട് ചെയ്യാം. കൺസിഡർ ഒരു ദിവസം ഒരു 4-5 പീസ് നിങ്ങൾ വെക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് 2000 rupeesനകത്ത് ലാഭം കിട്ടും. ഒരു മന്തിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു എന്താ പറയുക, ഈ ഒരു ഇതേ സെയിം പാറ്റേൺസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം ഒരു 50,000 പ്ലസ് നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ഏൺ ചെയ്യാൻ പറ്റും. ഇത് മൾട്ടി പർപ്പസ് ആയത് കാരണം നമുക്ക് ഈ വാലറ്റ്സ് മാത്രമല്ല, ഡയറി, പേപ്പർ, കിഡ്സ് ഐറ്റംസ്, വാൾ ഫ്രെയിംസ്, നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ കണക്കത്തെ വെഡിങ് ഗിഫ്റ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല കണക്ഷൻസും കാര്യങ്ങളും നെറ്റ്വർക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ജസ്റ്റ് മണി വിൽ സ്റ്റാർട്ട് കമ്മിങ് ഇൻ. ഓക്കെ, സോ ഒരു മെഷീൻ, മൾട്ടിപ്പിൾ ബിസിനസ്സസ്, മൾട്ടിപ്പിൾ യൂസേഴ്സ്, മൾട്ടിപ്പിൾ ഇന്നോവേഷൻ. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ദെൻ ദാറ്റ്സ് ഓൾസോ ക്യാൻ ബി ഡൺ യൂസിങ് ദിസ് എൻഗ്രേവിംഗ്. ഓക്കെ, സോ വളരെ ഇന്നോവേറ്റീവായിട്ട് ബിസിനസ് ഐഡിയ ആണ്. നിങ്ങൾക്ക് ഈ മെഷീനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ലിങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇതിൻ്റെ പ്രൈസ് 17,000 ആണ്. അപ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല രീതിയിൽ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ സെല്ലാവുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഉള്ളൊരു ഫാൻസ്, ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും നല്ലൊരു മാർക്കറ്റിംഗ് മെത്തേഡ് ഞാൻ പറയാം. നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ ഒരു 3-4 പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി സാമ്പിൾസ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു മൈക്രോ ഇൻഫ്ലുവൻസറായിട്ട് കോൺടാക്ട് ചെയ്ത ശേഷം അവർക്കൊരു കോംപ്ലിമെൻറ്റ് പോലെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക. ദെൻ ദേ വിൽ ജസ്റ്റ് ഐ ഗോട്ട് എൻ്റെ പേരിലുള്ള സംഭവം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിങ്ങൾ ഒരു പ്രൊമോഷൻ നടത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൽ ത്രൂ തന്നെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ദാറ്റ് ഈസ് വൺ വേ ഓഫ് ഡൂയിങ്. അതർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഈ പറഞ്ഞ പേജ് പോലെ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളൊന്ന് ചെറിയൊരു മാർക്കറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ ഈ ടൈപ്പിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, പ്രത്യേകിച്ചിട്ടും നമുക്ക് ഫേസ്ബുക്കിലൊക്കെ കസ്റ്റമായിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ബർത്ത്ഡേ ഓഗസ്റ്റിൽ വരുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സാമ്പിൾ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു സെഗ്മെൻറ്റ് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്നും നല്ല ഓർഡേഴ്സ് നമുക്ക് ലഭിക്കും. ഒരു തവണ അല്ലെങ്കിൽ ഒരു 100 ഓർഡേഴ്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദെൻ ഇറ്റ്സ് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വേർഡ് ഓഫ് മൗത്തിലൂടെയും അല്ലെങ്കിൽ അവർ എന്തായിട്ട് സ്റ്റാറ്റസ് ഇടും അല്ലേ. ഇങ്ങനെ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഇത് കസ്റ്റമായതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ദേ വിൽ പുട്ട് സ്റ്റാറ്റസ്, റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ത്രൂ നമുക്ക് ഇഷ്ടംപോലെ കോൺടാക്ട്സുകളും കാര്യങ്ങളും കിട്ടാൻ പറ്റും. ഈ ഓരോ എൻഗ്രേവിൻ്റെ അടുത്ത് നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കോൺടാക്റ്റ് കൊടുക്കുക. അപ്പം പീപ്പിൾ ആ ഒരു കാണുന്ന ആൾക്കാരൊക്കെ
എന്ത് ചെയ്യും നമ്മളുടെ അടുത്തേക്ക് വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇനിയും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ കമൻറ്റ്സ്, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റ്സിൽ എഴുതുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് റിപ്ലൈ തരാൻ പറ്റും. സോ ഇത് വളരെ ഇന്നോവേറ്റീവായിട്ട് വീഡിയോ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രിപ്ഷനും മറക്കരുത്. സോ താങ്ക് യു സോ മച്ച്. ഇനിയും പുതിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.